ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കുക്കി റെസിപ്പി. ഷുഗർ കുക്കി, ചൂയായിട്ടുള്ള ഷുഗർ കുക്കി റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിനായിട്ട് ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഈ ഷുഗർ കുക്കി വെച്ചാൽ നമുക്കിപ്പം ഏത് ഒക്കേഷന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഷുഗർ കുക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കിപ്പം ക്രിസ്മസിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റെഡ് ഗ്രീൻ സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത ക്രിസ്മസ് കുക്കി ഉണ്ടാക്കാം. അതല്ല ഇപ്പോൾ ഗ്രാജുവേഷൻ സെറിമണിക്കാണെങ്കിൽ ഇതുപോലെ കുക്കി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഐസിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താ പറയുന്നത് ഹാറ്റ് പോലൊക്കെ, ഗ്രാജുവേഷൻ ഹാറ്റ് പോലൊക്കെ വരച്ചുണ്ടാക്കിയ ഗ്രാജുവേഷൻ കുക്കി. അപ്പം ഞാൻ പറഞ്ഞില്ല, ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ചൂയായിട്ടുള്ള ഷുഗർ കുക്കി ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്താൽ ആ ഒക്കേഷന് വേണ്ടി നമുക്ക് എടുക്കാം. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു എന്താ പറയുക ബ്ലാക്ക് ബെൽറ്റ് കുക്കി. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓൾ ഫാമിലിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടി. ടേക്വോണ്ടോ ബ്ലാക്ക് ബെൽറ്റ്. അപ്പം ഇപ്പം നിങ്ങൾക്കായാലും ആർക്കെങ്കിലും ഒക്കെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കുക്ക് ഇതുപോലെ ഷുഗർ കുക്കി ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ശരിക്കും ഞങ്ങളുടെ മാസ്റ്റേഴ്സിനൊക്കെ കൊണ്ട് കൊടുക്കാനും പിന്നെ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പം ആദ്യം നമുക്ക് ഇത് ഷുഗർ കുക്കി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലാക്ക് ബെൽറ്റ് കുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലാക്ക് കളർ ഈ ഫ്രോസ്റ്റിംഗ് ജെല്ല് വാങ്ങിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. അത് നമുക്ക് കുക്കി ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു 2 1/4 കപ്പ് ഫ്ലോർ എടുത്ത് വെച്ചിരിക്കുന്നു. 1 കപ്പ് ബട്ടർ ഉണ്ട്, പിന്നെ 1 1/2 ഷുഗർ, പിന്നെ ഒരു എഗ്ഗ്, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ കോഷർ സാൾട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കോഷർ സാൾട്ട് എന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിനകത്ത് അയഡിൻ ഇല്ലെന്ന് പറയും. അയഡിൻ ഇല്ലാത്തതുകൊണ്ട് ഈ കേക്കിംഗ് ആക്ടിവിറ്റീസിനൊക്കെ നല്ലതാണെന്ന് പറയും. അതുകൊണ്ടാണ് ഈ കോഷർ സാൾട്ട് ഇതിന് ഉപയോഗിക്കുന്നത് വെച്ചിട്ട്. പിന്നെ ഒരു മണത്തിന് ഒരു 1 ടീസ്പൂൺ വെനില എടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ബട്ടർ ഞാൻ ഓൾറെഡി ഇത് സോഫ്റ്റായിട്ടായിരിക്കുന്നത്. 1 കപ്പ് ബട്ടർ എടുത്ത് വെച്ചു. അപ്പം നമുക്ക് ആദ്യം ഈ ബട്ടറും ഈ ഷുഗറോടൊന്ന് ഒരു ബൗളിലിട്ട് അടിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ്സ് ഒന്ന് ഒരു ഫ്ലഫി ആയിട്ട് വരണം. എടുക്കാൻ ഞാനൊരു മിക്സർ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ വേണ്ടി ഇത് ബട്ടർ ഇതിനകത്തോട്ടിട്ടു. ഇനിയിപ്പം 1 കപ്പ് ബട്ടർ, പിന്നെ 1 1/2 ഷുഗർ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ടിട്ടു. ഇനി നമുക്കൊന്ന് ഇത് രണ്ടും കൂടെ ഈ മിക്സർ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ അതിലൊരു 3 മിനിറ്റ്സ് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഇതിപ്പം ഒരു 3 മിനിറ്റ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. എഗ്ഗ് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്ത് വെച്ചിട്ടില്ലേ, അത് കുറച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ പൊടി ജസ്റ്റ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് അവിടെ കുക്കി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ അവൻ ഓൺ ചെയ്തിട്ട് ഒരു 350 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ റെഡിയാക്കി വെക്കാം. ഇതിപ്പം കുറച്ച് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു. ആ പൊടി കുറച്ചുകൂടി ഇരിപ്പുണ്ട്, അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഈ മിക്സർ യൂസ് ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പം എന്തെങ്കിലും ഒരു തവി എടുത്തിങ്ങനെ സ്റ്റെർ ചെയ്തിങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ആഡ് ചെയ്യാനുള്ളത് ബേക്കിംഗ് പൗഡർ ഉണ്ട്. മറ്റേ ആ കോഷർ സാൾട്ട് എടുത്ത് വെച്ചില്ലേ, അത് 1/2 ടീസ്പൂൺ വെച്ചിട്ട്. ബേക്കിംഗ് പൗഡറും കോഷർ സാൾട്ട് 1/2 ടീസ്പൂൺ, പിന്നെ ഈ വെനില എക്സ്ട്രാക്റ്റ്. അതോടെ ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മൂന്നൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു റോളിംഗ് പിൻ കൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു കുക്കി ഷേപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കി കട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്തതില്ലേ മാവ്, ആ കുക്കി ഡോ, ഇതിപ്പോൾ ഞാൻ എല്ലാം ചെറിയ ഉരുളയാക്കി ഇങ്ങനെ വെച്ചേക്കുക. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് കുക്കി റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കിതിങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് കുക്കി പോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനാണ് ടോപ്പിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ഇങ്ങനെ ബോൾ ഉണ്ട്, ഇതുപോലെ റൗണ്ടിലാക്കിയിട്ട് നമ്മളിങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് ഞാൻ കുറച്ച് ഈ ഷുഗറിനകത്ത് കട്ടിംഗ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഇപ്പോൾ എന്താ ഈ റോളിംഗ് പിന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഞാനിതെല്ലാം പ്രസ് ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ ഇതിങ്ങനെ ബേക്കിംഗ് ഷീറ്റിലോട്ട് ഞാനത് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്പേസ് ഇട്ട് വേണം. ചിലപ്പോൾ ഇത്
വലുതാവും ഈ കുക്കി, ഇച്ചിരിയുടെ സൈസാവും ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി 350 ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. നമുക്കിനിപ്പം അവനകത്ത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പം ഇതിങ്ങനെ അതിനകത്തോട്ട് അതിനകത്തോട്ട് ഞാനിതിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 8 to 9 minutes കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സെറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ. ഉള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത്, അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ഷുഗർ ഇതുപോലെ ഇങ്ങനെ ഷുഗർ ഒന്ന് വെതറുക. ഓക്കെ, എന്നിട്ട് ആ കട്ടിംഗ് ബോർഡിലോട്ട് വെതറിയിട്ട് നമുക്ക് ഓരോ ഇത് ബോളെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത്, ഇപ്പോൾ റോളിംഗ് പിന്നെ കൊണ്ട് പ്രസ് ചെയ്തെടുക്കുക, എന്തെങ്കിലും വെച്ച് പ്രസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണേ ഉള്ളൂ. ഓക്കെ, കുറച്ചുകൂടെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിങ്ങനെ എടുക്കാം. ഇത് ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഞങ്ങളുടെ ബ്ലാക്ക് ബെൽറ്റ് സ്റ്റോറിയും ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിങ് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ചെറിയൊരു വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ കുക്കി അവിടെ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഞങ്ങളുടെ ടേക്വോണ്ടോ സ്റ്റോറി പറയാമെന്ന്. ഓക്കെ, ഞങ്ങൾ ഓൾമോസ്റ്റ് 3 years ആയിട്ട് ടേക്വോണ്ടോ തുടങ്ങി. 2018 തുടങ്ങി. ദിസ് ഞങ്ങളുടെ ഫസ്റ്റ് വൈറ്റ് ബെൽറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോയാണ്. പിന്നെ ഒരു 13 ബെൽറ്റ്. ഓക്കെ, 13ാമത്തെ ബെൽറ്റാണ് ശരിക്കും ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത്. ഒരു 3 years എടുത്തു ഞങ്ങൾക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടാൻ ടേക്വോണ്ടോയൊക്കെ. അപ്പം ഇതിനുവേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പോസ്റ്റർ ഇത് ബ്ലാക്ക് ബെൽറ്റിന് മുമ്പ്. പിന്നെ ഞങ്ങൾ ടൂർണമെൻറ്റിനൊക്കെ പോയിട്ടുണ്ട്, ട്രോഫിയൊക്കെ ഇട്ട്. ഇത് ഞങ്ങളുടെ എല്ലാ ബെൽറ്റ്, ഇത് ബ്രേക്ക് ചെയ്ത് ഇത് ബോർഡുകൾ, പിന്നെ ഇത് സർട്ടിഫിക്കറ്റ്, ഇത് ഞങ്ങളുടെ മാസ്റ്ററും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോകളാണ്. ഇത് ഓരോ ബെൽറ്റ് ഉണ്ട്. ഓക്കെ, വൈറ്റ് ബെൽറ്റ്, ദെൻ യെല്ലോ ബെൽറ്റ്, ഗ്രീൻ സ്ട്രൈപ്പ് ഗ്രീൻ ബെൽറ്റ്, ദെൻ ബ്ലൂ സ്ട്രൈപ്പ് ബ്ലൂ ബെൽറ്റ്. ബെൽറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്രൗൺ സ്ട്രൈപ്പ്, ദെൻ ബ്രൗൺ ബെൽറ്റ്, പിന്നെ റെഡ് സ്ട്രൈപ്പ് റെഡ് ബെൽറ്റ്, പിന്നെ റെഡ് ബെൽറ്റിൽ നിന്ന് പിന്നെ നമ്മൾ സിംഗിൾ ബ്ലാക്ക് സ്ട്രൈപ്പ്, ഡബിൾ ബ്ലാക്ക് സ്ട്രൈപ്പ്, പിന്നത്തെ ബ്ലാക്ക് ബെൽറ്റാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ടേക്വോണ്ടോയ്ക്ക് പോയിക്കൊണ്ടിരുന്നവരാണ്. ഓക്കെ, ഇവിടെ ഒന്നിച്ച് പഠിക്കാനും. ഇത് ഞങ്ങളുടെ കൊക്കോ ഇവിടെ വന്നിരിപ്പുണ്ട് അല്ലേ. ടേക്വോണ്ടോ എന്ന് വെച്ചാൽ നല്ല ഒരു കാര്യമായി. ഇപ്പം നിങ്ങളൊക്കെ പഠിച്ചാൽ സെൽഫ് ഡിഫെൻസൊക്കെ നന്നായിട്ട്, ഇപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ കയറി പിടിച്ചാൽ എങ്ങനെ അതിൽ രക്ഷപ്പെടാമെന്നൊക്കെ നമ്മൾ പഠിക്കും ഈ ടേക്വോണ്ടോ. അങ്ങനെ ഇപ്പം ഞങ്ങൾ ബ്ലാക്ക് ബെൽറ്റായി ടേക്വോണ്ടോ ജേണി. മോൾക്കും ഇപ്പം വെക്കേഷനാണ്, പിന്നെ എനിക്കും ഇപ്പം വെക്കേഷനാണ്. 3 വർഷം ക്ലാസ് ഉണ്ട്. ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് വർക്ക്, എല്ലാവരും ഇവിടെ നിന്നൊക്കെ ചെയ്യണമുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ടൈം കിട്ടി. ഓൾമോസ്റ്റ് 1 year മുമ്പ് ഞങ്ങൾ ഡബിൾ ബ്ലാക്ക് സ്ട്രൈപ്പ് ഫിനിഷ് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ 1 year ആയി ഈ ബ്ലാക്ക് ബെൽറ്റിന് വേണ്ടി ഞങ്ങൾ ട്രൈ വെച്ചാൽ അത്രയും ടൈം എടുക്കും. ഒത്തിരി പ്രോസസ്സ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമുക്ക് ഒത്തിരി ഇങ്ങനെ സ്റ്റിക്കർ പോലൊക്കെ കിട്ടണം, എന്നാലേ ഉള്ളൂ നമ്മൾ അടുത്ത ബ്ലാക്ക് ബെൽറ്റിന് വേണ്ടി റെഡി ആവാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് മാസ്ക് ഇട്ടുകൊണ്ടായിരുന്നു അന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴും അതെ മാസ്കിലാണ് ഞങ്ങൾ ഫിനിഷ് ചെയ്തത്. ഇവിടെ വാക്സിനൊക്കെ കിട്ടിയാലും ഇപ്പോഴും ഞങ്ങൾ മാസ്ക് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങളുടെ കൊച്ചപ്പന ഇവിടെ വന്ന് കിടപ്പുണ്ട് ഞാൻ പറയുന്നതിൻ്റെ മുമ്പിൽ. ഇത് ബ്ലാക്ക് ബെൽറ്റിന് മുമ്പുള്ള കാര്യങ്ങൾ ഇതൊക്കെ. ഓക്കെ, 2 ദിവസം കഴിഞ്ഞതിൽ ഞങ്ങളുടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾക്കൊക്കെ ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, വീട്ടിലിരുന്ന് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഓക്കെ, മറ്റേ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് വേണം പിന്നെ ടേക്വോണ്ടോ ക്ലാസ്സിന് പോകണം. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് പിന്നെ ടയേർഡാവും. പിന്നെ ടേക്വോണ്ടോ കൂടി ചെയ്യുമ്പോൾ ടയേർഡാവും. പക്ഷെ ഇപ്പോൾ വെക്കേഷനായി എനിക്കും അതെ മോക്കും അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ടെസ്റ്റിങ്ങിനൊക്കെ. ഓക്കെ, ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആക്കി അത് മാസ്റ്റർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നതാണ്.
ഹരീഷ്. ഇത് ഹരീഷ് ഫോം ചെയ്യുന്നതാ. ഇത് മോള് പേഴ്സണൽ ഫോംസ് ചെയ്യുന്നതാ. ഈ മോള് ഫ്ലൈയിങ് സൈഡ് കിക്ക് ചെയ്യുന്നത്. ഹരീഷ് ഫ്ലൈയിങ് സൈഡ് കിക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ ഫ്രണ്ട് സ്നാപ്പ് കിക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നതാ. ഷോപ്പോടെ ചെയ്യുന്നതാ. പക്ഷെ നമ്മൾ പഠിച്ച സെൽഫ് ഡിഫെൻസ് എല്ലാം ചെയ്ത് കാണിക്കണം. ഞാനും മോളോട് ചെയ്ത് ഇത് ഞങ്ങളുടെ ടേക്വോണ്ടോ ജേണി. ആ പോസ്റ്റർ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഓഡിയൻസിനൊക്കെ. ഇതെല്ലാവർക്കും എഴുതണം ഇങ്ങനെ, ടേക്വോണ്ടോ ഇൻ മൈ ലൈഫ് എന്നും പറഞ്ഞിട്ടിത്. ഹരീഷ് അവിടെ വായിക്കുന്നതാണ്. മാസ്റ്റർ ബെൽറ്റ് എല്ലാവർക്കും ഇട്ട് കൊടുക്കുക. ഇത് അമ്മൂന് ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ 4 എഴുതുക. എൻ്റെ നിൽക്കുന്നത് ഞങ്ങൾ 4 എഴുതുക. ഇത് ഞങ്ങളുടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്ലാക്ക് ബെൽറ്റെല്ലാം റിസീവ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോയാണ്. ഞാനും അമ്മു, പിന്നെ അപ്പുവും ഹരീഷും മാസ്റ്റർ ഇ, അതാണ് ഞങ്ങളുടെ മെയിൻ മാസ്റ്റർ. മിഡിൽ നിൽക്കുന്നത്, എൻ്റെ നിൽക്കുന്നത് മാസ്റ്റർ ലീ, മിസ് ജെൻ. മാസ്ക് ഇടാതെ ഞങ്ങളെടുത്ത ഫോട്ടോയാണ്. എന്നുവെച്ചാൽ അല്ലേ, നമ്മൾ ഇത് ഓൾവേസ് ഞങ്ങൾ 1 ഇയറായിട്ട് മാസ്ക് ഇട്ടുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിങ്ങിലും ഞങ്ങൾ മാസ്ക് ഇട്ടുകൊണ്ടായിരുന്നു ചെയ്തതെല്ലാം. എനിവേ ഇതാണ് ഞങ്ങളുടെ ബ്ലാക്ക് ബെൽറ്റ് ടേക്വോണ്ടോ സ്റ്റോർ. ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഞാൻ ഇതിനി എടുക്കാൻ പോകും. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ഷുഗർ കുക്കി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുക്കി ഇത് ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ടേക്കുന്നുണ്ട്. ചെറുതായിട്ടിരിക്കുന്ന കുക്കി നമ്മൾ ഈ ബേക്ക് ചെയ്യുമ്പോൾ അത് വലുതായിട്ടാവും. ഓക്കെ, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് വേണം ഇത് വെക്കാൻ. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ഞാൻ വെക്കാൻ പോകും. ഇത് ചെറിയ ബ്രൗൺ കളർ ഞാനിതിങ്ങനെ എടുക്കുക. ഓക്കെ, കുറച്ചുകൂടി ചൂയായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് നേരത്തെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഒരു 10 മിനിറ്റ്സ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, എങ്ങനെയാണ് ഇത് ഇരിക്കുന്നതെന്ന്. ഓക്കെ, അതനുസരിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക. ഓക്കെ, ഞാനിതിപ്പം എടുത്തു. അവനൊക്കെ ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. പിന്നെ തണുത്ത് വരുമ്പോൾ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. കുക്കിയൊക്കെ നന്നായിട്ട് കൂൾ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാനിങ്ങനെ ഈ ഐസിങ്ങും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു കുക്കി എടുത്തിട്ട് നമുക്ക് ഈ ഇതില്ലേ ഫ്രോസ്റ്റിങ്ങിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്യാൻ പോവാം. ഓക്കെ, അതെന്തെങ്കിലും നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞൊരു ഇത് സ്റ്റീൽ നൈഫോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ പോവാം. ഓക്കെ, കണ്ടോ, ഒരു നൈഫ് യൂസ് ചെയ്ത് ഇപ്പം നന്നായിട്ട് ഞാനിത് ആ ഫ്രോസ്റ്റിങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതില്ലേ ട്യൂബ് വെച്ചിട്ട് ബെൽറ്റ് പോലെ ഇങ്ങനെ വരയ്ക്കാൻ പോവാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ആദ്യം ഐസിങ് വെച്ചു, വൈറ്റ് ഐസിങ്, പിന്നെ അത് ബ്ലാക്ക് ബെൽറ്റ് പോലെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഇനി എല്ലാ കുക്കി ഇതുപോലെ വൈറ്റ് ഐസിങ് ഇട്ടിട്ട് ബ്ലാക്ക് ബെൽറ്റ് പോലെ നമുക്ക് വരച്ചെടുക്കണം. എപ്പോഴും നമ്മൾ ഈ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്ന കുക്കി ശരിക്കും കൂൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ, ഹോട്ടോടെ എടുക്കില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇത് കൂൾ ചെയ്തിരിക്കും വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പറയാം ആദ്യം ഇങ്ങനെ എന്താ ഫ്രോസ്റ്റിങ്. ഓക്കെ, ഇത് വൈറ്റ് ഫ്രോസ്റ്റിങ് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ബ്ലാക്ക് ബെൽറ്റാണ് ഇത് വരയ്ക്കാൻ പോകുന്നത്. അപ്പം വൈറ്റ് ഷർട്ടാണ് യൂഷ്വലി ബ്ലാക്ക് ബെൽറ്റുകാർ ഇടുന്ന ഷർട്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ്, അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് സർഫസ് ഇപ്പം നിങ്ങൾ ക്രിസ്മസിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഗ്രീൻ കളറോ അല്ലെങ്കിൽ വൈറ്റ് തന്നെ വരച്ചിട്ട് നമുക്ക് ഗ്രീൻ ആൻഡ് റെഡ് സ്പ്രിങ്കിളൊക്കെ ഇട്ട് ക്രിസ്മസ് കുക്കി ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ പല നേരത്തെ ഗ്രാജുവേഷൻ ഹാറ്റ് ഈ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വരച്ച ഗ്രാജുവേഷൻ സെറിമണി കുക്കി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതുപോലെ ഞാൻ ഒന്ന് ഫ്ലാറ്റ് ആക്കട്ടെ ഇതിനെ. ഓക്കെ, ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഇതാ. ഓക്കെ, ഇത് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ബ്ലാക്ക് ഐസിങ് അപ്പം അതുകൊണ്ട് ഞാൻ ടിപ്പിലിരുന്ന വെച്ചപ്പോൾ അതേ ഷേപ്പിൽ ഇങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് പോലെ വരും. ഓക്കെ, പിന്നെ അതിൻ്റെ ചെറിയ ബ്ലാക്ക് ബെൽറ്റിൻ്റെ ചെറിയ എൻഡ് വരയ്ക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ 2 സൈഡിലും അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക ഫ്രോസ്റ്റിങ്, പിന്നെ ഐസിങ് കൊണ്ട് ബെൽറ്റ് വരയ്ക്കുക. ഓക്കെ,
ഞാൻ പറഞ്ഞില്ലേ ആദ്യം വൈറ്റ് ഐസിങ് ഫ്രോസ്റ്റിങ് എന്താണെന്ന് വെച്ചാൽ പെട്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഫ്ലാറ്റാക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഞാനിതെല്ലാം ഇതുപോലെ ചെയ്ത് കെട്ടാം. ഓക്കെ, ബ്ലാക്ക് ബെൽറ്റ് കുക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫ്രോസ്റ്റിങ്, വൈറ്റ് ഫ്രോസ്റ്റിംഗ് അല്ലേ, എല്ലാ ഫ്രോസ്റ്റിങ് ജസ്റ്റ് ടോപ്പിൽ സ്പ്രെഡ് ചെയ്ത് പിന്നെ ബെൽറ്റും ബ്ലാക്ക് ഡെക്കറേറ്റിംഗ് ഐസിങ് കൊണ്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് കുക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ബേക്ക് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നല്ല chewy ആയിട്ടുള്ള ഷുഗർ കുക്കി ഉണ്ടാക്കാൻ പറ്റും. chewy ആയിട്ടുള്ള കുക്കി ഉണ്ടാക്കണമെങ്കിൽ 9 to 10 മിനിറ്റ്സ് വെക്കുക. ഹാർഡ് ആവണമെങ്കിൽ കുറച്ചുകൂടി വെക്കുക. ഓക്കെ, നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുണ്ട് കേട്ടോ ഈ കുക്കി. ജസ്റ്റ് ഇത് പ്ലെയിനായിട്ട് തന്നെ കഴിച്ചാലും നന്നായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ വേണ്ടി ഇതുപോലെ കുക്കി ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചുമ്മാതൊക്കെ നമുക്കിപ്പം എന്താ പറയുക ടീ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുക്കിയാണ്. ഓക്കെ, ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അതിപ്പോൾ ഓരോ ഒക്കേഷന് വേണ്ടി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, സീ യു നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ബൈ.